ഹായ് ഫ്രണ്ട്സ്, പതിവ് പോലെ തന്നെ കുഞ്ഞു കുഞ്ഞു തിരക്കുകൾ നിറഞ്ഞ ഒരു ദിവസമാണ് ഇന്നും. രാവിലെ തന്നെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്തു തീർക്കുകയാണ്. സാധാരണയായിട്ട് ഒരു 11 മണിയാകുമ്പോഴേക്കും കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം എനിക്ക് കഴിയും. എന്നാൽ ഇന്ന് കുറച്ച് നേരത്തെ ചെയ്യുകയാണ്. കാരണം ഞാനൊരു യാത്രയുണ്ടെന്ന് പറഞ്ഞല്ലോ. യാത്ര എന്നാൽ ഇന്ന് കോട്ടയം ജില്ലയിലെ ഭരണങ്ങാനത്തുള്ള അൽഫോൻസാമ്മയുടെ കബറിടത്തിലേക്കാണ് കേട്ടോ യാത്ര. അതൊരു ചെറിയ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. കേരളത്തിലെ പല സ്ഥലത്തു നിന്നും പുറത്തുനിന്നുമെല്ലാം ആയിട്ട് ആളുകൾ അവിടെ അൽഫോൻസാമ്മയുടെ കബറിടം കാണാൻ വരാറുണ്ട്. ഞാൻ പാലായിൽ തന്നെ താമസിക്കുന്നതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറുണ്ട് കേട്ടോ. കിച്ചണിലോട്ട് കയറിയപ്പോൾ തന്നെ കഥ പറച്ചിൽ നിന്നുപോയി. കാരണം സിങ്ക് നിറച്ച് പാത്രങ്ങളായിരുന്നു. കണ്ടൊന്ന് ബോധം കെട്ടു. പക്ഷേ ഇതൊരു കുഞ്ഞു കിച്ചൺ ആയതുകൊണ്ട് തന്നെ 10 മിനിറ്റ് കൊണ്ട് ക്ലീനിങ് നടക്കും കേട്ടോ. എൻ്റെ കിച്ചണിൽ ഒരു പുതിയ അതിഥിയുണ്ട്. എൻ്റെ പ്രിയ കൂട്ടുകാരിയും അവളുടെ ഹസ്ബൻഡും കൂടെ വാങ്ങിത്തന്ന ഒരു എയർ ഫ്രയറാണ്. അവരുടെ ഗിഫ്റ്റാണ് കേട്ടോ ഇത്. ഞാൻ ഇതുവരെ ഇതിലൊന്നും കുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഇന്ന് ഞാൻ പക്ഷെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഞാനൊരു അൽഫാമാട്ടോ അതിൽ കുക്ക് ചെയ്ത് നോക്കിയത്. സക്സസ് ആയിരുന്നു. പക്ഷേ ഇതെങ്ങനെയാകുമെന്ന് അറിയത്തില്ലായിരുന്നല്ലോ. ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ, അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാതിരുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. മയണൈസും ഉണ്ടാക്കി. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞ് ചേട്ടായും കുഞ്ഞനും എത്തിയതോടു കൂടി ഞങ്ങൾ യാത്ര ആരംഭിക്കാം എന്ന തീരുമാനത്തിലായി. എൻ്റെ അമ്മയും കൂടെ ഉണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ യാത്ര പോകുമ്പോഴൊക്കെ എൻ്റെ അമ്മയും കൂട്ടാറുണ്ട്. കാരണം അമ്മ എപ്പോഴും വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ. അപ്പം ഞാൻ ഓർക്കും അമ്മയും കൂടെ പോരട്ടെ എന്ന്. അമ്മയ്ക്ക് യാത്രകൾ പൊതുവേ ഇഷ്ടമില്ല. പക്ഷേ ഞാൻ അമ്മേനെ എപ്പോഴും നിർബന്ധിച്ച് കൂട്ടും കേട്ടോ. ഞങ്ങൾ വെല്യാത്ത എന്ന ഗ്രാമത്തിൽ നിന്ന് പാല എന്ന ടൗണിലോട്ടാണ് പോകുന്നത്. ആ പോകുന്ന വഴിക്ക് ഒരു പള്ളി ഉണ്ടായിരുന്നു. ഇത് ഞങ്ങൾ മുണ്ടാങ്ങൽ പള്ളി എന്നാണ് പറയുന്നത്. അവിടെ കയറി നേർച്ചയൊക്കെ ഇട്ടു. ഇതുവഴി പോകുന്ന എല്ലാ വണ്ടിയും അവിടെ കയറും കേട്ടോ. എല്ലാ ആളുകളും അവിടെ കയറി പ്രാർത്ഥിച്ചിട്ടാണ് പോവുക. ഞങ്ങൾ പാലായിലെത്തി. യാത്രയിൽ ഞങ്ങൾക്ക് എപ്പോഴും പ്രധാനപ്പെട്ടതാണ് ഭക്ഷണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. ഇതൊരു വെജ് ഹോട്ടലായിരുന്നു. ഞങ്ങളെല്ലാവരും നെയ് റോസ്റ്റാട്ടോ ഓർഡർ ചെയ്തത്. ചേട്ടായിക്ക് മാത്രം മസാല ദോശ. ഞങ്ങൾ വെയിറ്റ് ചെയ്തു. പെട്ടെന്ന് തന്നെ ഭക്ഷണം എത്തി കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഭക്ഷണമായിരുന്നു. അതെല്ലാം കഴിച്ചു. അല്ലെങ്കിലും വെജിറ്റേറിയൻ ഹോട്ടലിലെ ഫുഡ് എല്ലാം തന്നെ നല്ലതായിരിക്കും. പാലായിൽ നിന്ന് ഈരാറ്റുപേട്ടയിലേക്ക് പോകുന്ന വഴി ഭരണങ്ങാനം എന്ന സ്ഥലത്താണ് വിശുദ്ധ അൽഫോൻസാമ്മയുടെ ഈ ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നല്ല പാർക്കിംഗ് സൗകര്യം എല്ലാം ഉണ്ട്. കാരണം എപ്പോൾ വന്നേലും തിരക്കായിരിക്കും. കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും ധാരാളം ആളുകൾ ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വരാറുണ്ട്. വിശുദ്ധ അൽഫോൻസാമ്മ ജനിച്ചത് കോട്ടയം ജില്ലയിലെ കുടമാളൂർ എന്ന സ്ഥലത്താണ്. 1946 ജൂലൈ 28 അൽഫോൻസാമ്മ മരണപ്പെടുന്നത്. പിന്നീട് 2008 ഒക്ടോബർ 12 അൽഫോൻസാമ്മയെ വിശുദ്ധയായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. ഞങ്ങൾ വന്ന ശേഷം വേഗം തന്നെ പള്ളിയിലേക്ക് പ്രവേശിച്ചു. കബറിടം കാണാൻ പ്രത്യേകമായിട്ടൊരു സ്ഥലമുണ്ട്. അതിലൂടെയാണ് നമ്മൾ അകത്തോട്ട് പ്രവേശിക്കേണ്ടത്. എല്ലാവരും കബറിടത്തിൽ തൊട്ട് പ്രാർത്ഥിക്കും. ഒരുപാട് പേർക്ക് രോഗശാന്തിയും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വിശ്വാസികളായ ആളുകൾ എപ്പോഴും ഇവിടെ വരാറുമുണ്ട്. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് അവിടെ ഇരിക്കുമ്പോൾ തന്നെ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും മഴ പെയ്യാനുള്ള ലക്ഷണമൊക്കെ കണ്ടു തുടങ്ങി. അതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ വന്ന് വണ്ടിയിൽ കയറി. മഴയത്ത് സന്തോഷത്തോടെയുള്ള ഒരു തിരിച്ചു പോക്കായിരുന്നു. ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളും ഇന്നത്തെ എൻ്റെ ദിവസവും ഇത്രയേ ഉള്ളൂ. മഴയത്ത് ഒരു പാട്ടൊക്കെ വെച്ച് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര അവസാനിച്ചു. താങ്ക് യു.